Hi all. നമ്മൾ ഇന്ന് BSW 131 സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സോഷ്യൽ ആക്ഷൻ എന്നുള്ള ഒരു പേപ്പർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഓവറോൾ ഓരോ ഓറിയന്റേഷൻ തന്നെയാണ്. അതായത് എത്ര ബ്ലോക്സ് ഉണ്ട്, ഓരോ ബ്ലോക്സിൽ ഏതൊക്കെ യൂണിറ്റ്സ് ആണ് വരുന്നത്, യൂണിറ്റിനകത്ത് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അങ്ങനെ ബേസിക് ആയിട്ട് എന്താണ് ഈ പേപ്പർ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ സോറി, ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നു. എന്റെ പേര് അനശ്വര എന്നാണ്. ഞാനായിരിക്കും ഈ ഒരു പേപ്പർ ഡീൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു സെഷന്റെ അജണ്ട എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഈ ഒരു പേപ്പറിന്റെ ഒരു സ്ട്രക്ചർ നമ്മളൊന്ന് മനസ്സിലാക്കുക, അതേപോലെ തന്നെ ഓരോ യൂണിറ്റിന്റെ ഓറിയന്റേഷൻ തരിക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ബേസിക്കലി നമുക്ക് 3 ബ്ലോക്സ് ആണ് ഇതിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് സോഷ്യൽ ആക്ഷൻ ഫോർ സോഷ്യൽ ചേഞ്ച് ആണ്. മൂന്നാമത്തത് കുറച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്, ബേസിക്സ് ഓഫ് ലീഗൽ ലിറ്ററസി കേട്ടോ. ഓക്കെ, അപ്പൊ ബ്ലോക്ക് 1 എന്താന്നുള്ളത് നമുക്ക് പറയാം. ബ്ലോക്ക് 1 വരുന്നത്, ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്നത് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ കൺസെപ്റ്റ്, നേച്ചർ, അതേപോലെ തന്നെ അതിന്റെ സ്കോപ്പാണ്. ഇതിൽ അഡ്മിനിസ്ട്രേഷൻ എന്താന്നുള്ളത് പറയുന്നുണ്ട്, സോഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്താന്നുള്ളത് പറയുന്നുണ്ട്, ഇതിന്റെ കുറച്ച് ഡെഫിനിഷണൽ ഇഷ്യൂസ് പറയുന്നുണ്ട്. അതിൽ സോഷ്യൽ വെൽഫെയർ എന്താണ്, അതുപോലെ അതിനെ റിലേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റുകൾ, ബാക്കി കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ അഡ്മിനിസ്ട്രേഷനും സോഷ്യൽ അഡ്മിനിസ്ട്രേഷനും, ഇനി നമ്മൾ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനും ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിന്റെ ഫീച്ചേഴ്സ്, അതെങ്ങനെയാണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിൽ വന്നത്, അതിന്റെ ഹിസ്റ്ററി എന്താണ്, അതേപോലെ അതിന്റെ ഒരു നേച്ചർ എന്താണ്, ഈ ഒരു സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ അതിന്റെ സ്കോപ്പ് എന്താണ്, എത്രത്തോളം അത് നമുക്ക് എത്രത്തോളം സ്കോപ്പ് ഉണ്ട്, അതിന് എവിടേക്കാണ് ഇതിന്റെ സ്കോപ്പ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് നമുക്കൊരു പ്രൊഫഷൻ ആയിട്ട് കാണാൻ പറ്റുക. ഓക്കെ, അതാണ് യൂണിറ്റ് 1. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇതാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ്. ഇതില് നമുക്ക് ഒരുപാട് സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഓക്കെ, അതിന്റെ ടൈപ്സും അതിന്റെ പർപ്പസും ആണ് ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഓക്കെ, അതില് ഫോമൽ ആൻഡ് ഇൻഫോമൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, അതേപോലെ സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഓർഗനൈസേഷൻസ് ഉണ്ട്, പിന്നെ അതുപോലെ ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, പിന്നെ ബൈലാറ്ററൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഏജൻസീസ് ഉണ്ട്, ഡോണർ ഏജൻസീസ് ഉണ്ട്, യുണൈറ്റഡ് നേഷൻസ്, UN ഒക്കെ നിങ്ങൾക്ക് കേട്ടു പരിചയം ഉണ്ടാവും അല്ലെ. പിന്നെ അതുപോലെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്താണ്, പിന്നെ സൊസൈറ്റീസ് എന്താണ്, ട്രസ്റ്റുകൾ എന്താണ്. ഓക്കെ, നമ്മൾ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്താ പറയാ, ഒരു സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിലോ അല്ലെങ്കിൽ ട്രസ്റ്റ് ആക്ടിന്റെ അണ്ടറിലൊക്കെ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് അതൊരു ഓതറൈസ്ഡ് ഓർഗനൈസേഷൻ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ഉണ്ട്, ആ ഓർഗനൈസേഷൻസ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്ത് പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനിയാണ് യൂണിറ്റ് 3. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്, അതായത് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനിൽ പോസ്റ്റ് കോപ്പ് ചോദിക്കാത്ത ഒരു പേപ്പർ പോലും ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഇതിന്റെ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മളിപ്പോ PG ചെയ്യുമ്പോഴായാലും ഒക്കെ നമുക്കിത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പോസ്റ്റ് കോപ്പ് എന്ന് പറയുന്നത് അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കാണുന്നതാണ് ഈ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്, ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു വെൽഫെയർ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ എന്തൊക്കെയാണ് ഈ പ്ലാനിങ് എന്നുള്ളത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 4 and 5 ആണ്. 4 എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് സോഷ്യൽ സർവീസ് ഓർഗനൈസേഷന്റെ ടൈപ്പുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. നമുക്ക് ഒന്ന് തോന്നുകയാണ്, ഉറക്കത്തിൽ നമ്മൾ തോന്നുകയാണ്, ഓക്കെ ഞാനൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇന്ന് രാത്രി ഞാനത് സ്വപ്നം കണ്ടു, നാളെ രാവിലെ എനിക്കത് പോസിബിൾ ആക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതിനെന്താണ്, കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഇതിൽ ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. വളണ്ടറി ഓർഗനൈസേഷന്റെ മീനിങ് വരുന്നുണ്ട്, അതിന്റെ രജിസ്ട്രേഷനും മാനേജ്മെന്റും വരുന്നുണ്ട്, ആ ഒരു ഓർഗനൈസേഷണൽ ഡിസൈൻ എന്താണ് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 4 നമ്മൾ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, ഇനി യൂണിറ്റ് 5 എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആസ് എ മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക്. ഇതെങ്ങനെയാണ് ഒരു സോഷ്യൽ വർക്കിന്റെ മെത്തേഡ് ആയിട്ട് എങ്ങനെ നമുക്ക് കണക്കാക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് എത്രത്തോളം റെലവൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ഒരു മെത്തേഡ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. പ്രൈമറി മെത്തേഡ്സിന്റെ ഒരു എന്താ പറയാ യൂസ് എന്താണ് സോഷ്യൽ വർക്കിൽ ഇതിൽ എന്നുള്ളതാണ് പറയുന്നത്.
ഏതൊക്കെ ടൈപ്പ് സർവീസസ് ആണ് ഉള്ളത്, അത് എങ്ങനെയൊക്കെ ഡെലിവർ ചെയ്യാം, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്താണ്, അതുപോലെ തന്നെ അതിന്റെ മാനേജ്മെന്റ് പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, പ്രോഗ്രാം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 5 പറയാനുള്ളത്. ഇനി ബ്ലോക്ക് 2 ആണ് അടുത്തത് വരുന്നത്. അത് സോഷ്യൽ ആക്ഷൻ ഫോർ സോഷ്യൽ ചേഞ്ച്. നമ്മുടെ പേപ്പറിന്റെ പേര് തന്നെ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സോഷ്യൽ ആക്ഷൻ ആണ് അല്ലെ. വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ബ്ലോക്ക് 1 കംപ്ലീറ്റ് ചെയ്തു. ബ്ലോക്ക് 2 വരുമ്പോഴത്തേനും നമ്മൾ സോഷ്യൽ ആക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും സെക്കൻഡറി മെത്തേഡ് അല്ലെങ്കിൽ ഓക്സിലറി മെത്തേഡ് ആണ് അല്ലെ നമ്മുടെ സോഷ്യൽ വർക്കിന്റെ. അപ്പൊ ഇതിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 1ഉം 2ഉം ആണ് നിങ്ങൾക്ക് ഇപ്പൊ വിസിബിൾ ആയിട്ട് ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് വൺ സോഷ്യൽ ആക്ഷൻ, അതിന്റെ കൺസെപ്റ്റും പ്രിൻസിപ്പിൾസും ആണ്. എന്താണ് സോഷ്യൽ ആക്ഷൻ എന്നുള്ളത്, സോഷ്യൽ ആക്ഷന്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്, സോഷ്യൽ ആക്ഷനിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ സ്കില്ലുകളാണ് വേണ്ടത്, അതേപോലെ തന്നെ സോഷ്യൽ ആക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കുറെ സോഷ്യൽ ആക്ഷൻ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മറ്റേ പ്ലാച്ചിമട മൂവ്മെന്റ്, അങ്ങനത്തെ കുറെ സോഷ്യൽ ആക്ഷൻ മൂവ്മെന്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇനി യൂണിറ്റ് 2 ഒരു സോഷ്യൽ ആക്ഷനിൽ നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജീസും ടാക്ടിക്സും യൂസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതിൽ ഫീൽഡ് സിറ്റുവേഷനിൽ നിന്നുള്ള എക്സാമ്പിളും അതുപോലെ എന്തൊക്കെ സ്ട്രാറ്റജീസും ടാക്ടിക്സും നമ്മൾ യൂസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി യൂണിറ്റ് 3 and 4 എന്ന് പറയുന്നത്, 3 എന്ന് പറയുന്നത് മോഡൽസ് ഓഫ് സോഷ്യൽ ആക്ഷൻ ആണ്. മോഡൽസ് ഏതൊക്കെയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി സോഷ്യൽ ആക്ഷൻ കമ്മ്യൂണിറ്റി വർക്കായിട്ടും മൂവ്മെന്റുമായിട്ടും സോഷ്യൽ മൂവ്മെന്റുമായിട്ടും എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് സോഷ്യൽ സ്ട്രക്ചർ ആയിട്ട്, സോഷ്യൽ കോൺഫ്ലിക്റ്റ്, സോഷ്യൽ ചേഞ്ച്, ഓക്കെ, ഇതൊക്കെ ആയിട്ട് എങ്ങനെയാണ് സോഷ്യൽ ആക്ഷൻ റിലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. അതേപോലെ തന്നെ കോൺഷ്യസ്നെസ്, ഐഡിയോളജി, ഈ വക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സോഷ്യൽ ആക്ഷൻ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോഷ്യൽ ആക്ഷനും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റും എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ സോഷ്യൽ ആക്ഷനും സോഷ്യൽ മൂവ്മെന്റും നമുക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ സോഷ്യൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പൗലോ ഫ്രേറിയുടെ കോൺഷ്യസ്നെസ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 5 ആണ്. ഇതിൽ സോഷ്യൽ ആക്ഷൻ എങ്ങനെയാണ് നമുക്കൊരു സോഷ്യൽ വർക്കിന്റെ മെത്തേഡായിട്ട് കണക്കാക്കാൻ പറ്റുക, അതേപോലെ തന്നെ കേസ് വർക്ക്, ഗ്രൂപ്പ് വർക്ക്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സോഷ്യൽ വർക്ക് റിസർച്ചുമായിട്ട് നമുക്ക് മറ്റ് മെത്തേഡ്സ് ആയിട്ട് എങ്ങനെ നമുക്ക് ഈ ഒരു സോഷ്യൽ ആക്ഷനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനിയാണ് ബ്ലോക്ക് 3. അതിൽ ബേസിക്സ് ഓഫ് ലീഗൽ ലിറ്ററസി ആണ്. ഓക്കെ, നമ്മൾ കുറച്ചും കൂടിയും എന്താ പറയാ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഫസ്റ്റ് വൺ തന്നെ യൂണിറ്റ് 1 തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, അതിന്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്, പ്രിയാമ്പിൾ എന്താണ്, പ്രിയാമ്പിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വേർഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ്, അതുപോലെ ഡ്യൂട്ടീസ് ഏതൊക്കെയാണ്, DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിൽ കുറെ ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. പിന്നെ യൂണിറ്റ് 2 എന്ന് പറയുന്നത് ഇന്ത്യൻ ലീഗൽ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് റെലവൻസ്. നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള കോർട്സ് ഏതൊക്കെയാണ്, സുപ്രീം കോർട്ടിന്റെ കോമ്പസിഷൻ, അവരുടെ പവർ ആൻഡ് ഫങ്ഷൻസ് പഠിക്കാനുണ്ട്, ഹൈക്കോർട്ട് എന്താണെന്നുള്ളത് പഠിക്കാനുണ്ട്, ഇന്ത്യൻ ലീഗൽ സിസ്റ്റം, അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് ഇന്ത്യൻ ലീഗൽ സിസ്റ്റം അതിന്റെ റെലവൻസ് എന്താണെന്നുള്ളതും നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി യൂണിറ്റ് 3 and 4 എന്ന് പറയുന്നത് 3 നമ്മൾ ക്രിമിനൽ പ്രൊസീജിയേഴ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ തരം കുറ്റകൃത്യങ്ങളുണ്ട്, അതിൽ ഏതൊക്കെ കാറ്റഗറീസ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ടാവും, സിനിമകളിലും അല്ലാതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും FIR എന്നുള്ള വാക്ക്. ഓക്കെ, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നുള്ളതാണ് FIRന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതെന്താണ്, ഇൻവെസ്റ്റിഗേഷൻ എന്താണ്, ചാർജ് ഷീറ്റ് എന്താണ്, അറസ്റ്റും വാറന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ബെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾക്കുള്ള അവകാശങ്ങൾ, റൈറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത്. യൂണിറ്റ് 4 എന്ന് പറയുന്നത് സോഷ്യൽ ലെജിസ്ലേഷൻ ആൻഡ് റോൾ ഓഫ് സോഷ്യൽ വർക്ക്. എന്താണ് സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് നമ്മൾ പഠിക്കണം, അതിന്റെ നീഡ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ സോഷ്യൽ ലെജിസ്ലേഷനെ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളത് പഠിക്കണം. സോഷ്യൽ ലെജിസ്ലേഷനും സോഷ്യൽ വർക്കും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ആയി പോകുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഒരു ലീഗൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതിൽ ഒരു സോഷ്യൽ വർക്കറിന്റെ റോൾ എന്താണെന്നുള്ളതും നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ ഈ ഒരു 3 ബ്ലോക്കുകൾ എന്താന്നുള്ളതാണ് കവർ ചെയ്തിട്ടുള്ളത്. ബേസിക് ആയിട്ട് ഈ 3 ബ്ലോക്കിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്, എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ യൂണിറ്റുകളായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ട് പഠിക്കാം കേട്ടോ. ഇത്രയാണ് ഇതിലുള്ളത്. ഇതിൽ ബ്ലോക്ക് 3 ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചോളാം. ലീഗൽ സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ലൈക്ക് കയ്യിന്നിട്ടിട്ട് എഴുതാൻ പറ്റില്ല. നമുക്ക് എന്താണോ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് അതിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത്രയാണ് ഒരു ഓറിയന്റേഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് തരാനുള്ളത്.
അപ്പൊ നമുക്ക് ഇനി വരും ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു സോ മച്ച്.